അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ ഒരു ടെലഫോണിക് സംഭാഷണം നടന്നു. അത് കുറച്ച് ദീർഘമായ സംഭാഷണമായിരുന്നു. അതായത് ഇരു രാജ്യങ്ങൾക്കും പ്രതിസന്ധി ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളിൽ ഒരു അനുരഞ്ജനം തേടിയുള്ള ഒരു സംഭാഷണം, അങ്ങനെ വിശേഷിപ്പിച്ചുകൂടെ അതിനെ? തീർച്ചയായിട്ടും. ഒന്ന്, അമേരിക്ക നമ്മൾ കാണുന്നതിലേറെ പ്രതിസന്ധിയിലാണ്. അമേരിക്ക സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കത്തിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്. പിന്നെ ഈ വീമ്പ് പറഞ്ഞ് നടക്കുമ്പോൾ, ട്രംപ് ഇങ്ങനെ വീമ്പ് പറഞ്ഞ് നടക്കുമ്പോൾ അമേരിക്കയോട് ആരോ സൂക്ഷ്മമായി അമേരിക്കൻ സമ്പദ്ഘടന പരിശോധിക്കാനോ, അവിടുത്തെ ഗുരുതരാവസ്ഥ, അമേരിക്കയിലെ ഭവനരഹിതരെ കുറിച്ച് വന്ന റിപ്പോർട്ട് കണ്ടോ? നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്, നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ വാർത്ത. എന്ന് വെച്ചാൽ അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ മനുഷ്യർ തെരുവിൽ കുടിൽ കെട്ടി താമസിക്കുന്നത്, പാലത്തിൻ്റെ ചുവട്ടിൽ താമസിക്കുന്നത്. അമേരിക്കയിലെ മഹാനഗരങ്ങളിൽ ഭവന സംവിധാനം വളരെ ദുർബലമാണ്. പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ തെരുവിൽ കഴിയുന്ന രാജ്യം ഈ കേളി കേട്ട അമേരിക്കയാണെന്നൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അമേരിക്ക വലിയ പ്രതിസന്ധിയിലാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ടായ പ്രതിസന്ധി ചൈനയിൽ നിന്നാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇവരൊക്കെ ഈ പരസ്പരം കൊമ്പുകുലുക്കി ഗ്വാ വിളിച്ച് ഇങ്ങനെ ലോക മീഡിയയിൽ നടക്കുമ്പോഴും ഓരോരുത്തർക്കും അവനവൻ്റെ ഗതി വളരെ പരഗതിയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഷീയെ നേരിട്ട്, ചൈനീസ് പ്രസിഡന്റ് നേരിട്ട് വിളിക്കാനുള്ള ഉണ്ടായ അടിയന്തര സാഹചര്യം ഈ ടിക്ടോക്ക് ഇഷ്യൂ ആണ്. അറിയാലോ, ടിക്ടോക്ക് ചൈനയുടെ സംഭാവനയാണ്. ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ രണ്ടെണ്ണം, പലതും അപ്രധാനമായ പലതും, അപ്രധാനം എന്ന് പറഞ്ഞുകൂടാ, അത്രയേറെ ലോകം കീഴടക്കാത്ത അതാണ് മറ്റു പലതും. എന്നാൽ ചൈനയുടെ സംഭാവനകളിൽ ഏറ്റവും വലുത് ടിക്ടോക്കാണ്. ടിക്ടോക്ക് എത്താത്ത ലോകമില്ല. ടിക്ടോക്ക് വലിയ തോത്. അതുപോലെ വി ചാറ്റും, ഈ ചാറ്റിംഗ് പ്ലാറ്റ്ഫോംസിൽ ഏറ്റവും വലുത് വി ചാറ്റാണല്ലോ. വി ചാറ്റും ടിക്ടോക്കും ചൈനയുടെ സംഭാവനയാണ്. ഈ രണ്ടിനെയും ചെറുക്കാൻ അമേരിക്ക ശ്രമിച്ചു. അപ്പോൾ ഒന്ന്, വി ചാറ്റിനെ അവർക്ക് ക്രിയാത്മകമായി ചെറുക്കാൻ പറ്റി. കാരണം വി ചാറ്റിനേക്കാൾ മികച്ച ചാറ്റ് പ്ലാറ്റ്ഫോമുകളൊക്കെ അമേരിക്കക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. പക്ഷെ ടിക്ടോക്കിനെ വെല്ലാൻ പറ്റിയില്ല. ടിക്ടോക്ക് അമേരിക്കൻ കൺസ്യൂമേഴ്സ് വലിയ തോതിൽ, അമേരിക്കൻ ഉപഭോക്താക്കൾ വലിയ തോതിൽ ടിക്ടോക്കിനെ സ്വീകരിച്ചു. അങ്ങനെ വന്നപ്പോൾ ട്രംപ് രംഗത്ത് വന്നു. ട്രംപ് ഭരണകൂടം ഈ ടിക്ടോക്കിനെതിരെ വലിയ തോതിലുള്ള ചെറുത്തുനിൽപ്പായിട്ട് വന്നു. ചെറുത്തുനിൽപ്പാണ്, അത് നെഗറ്റീവ് വിമർശനമാണല്ലോ. അങ്ങനെയല്ലല്ലോ നേരിടേണ്ടത്. സാങ്കേതിക വിദ്യ നേരിടേണ്ട അങ്ങനെയല്ല. ടിക്ടോക്കിനെതിരായി അമേരിക്ക പറഞ്ഞ കാരണങ്ങൾ ശരിയാണ്. അമേരിക്ക പറഞ്ഞത്, ഒന്ന്, ടിക്ടോക്കിൻ്റെ നിയന്ത്രണത്തിൽ നാമമാത്രമായ നിയന്ത്രണമേ, ടിക്ടോക്കിൻ്റെ ഭരണത്തിൽ നാമമാത്രമായ നിയന്ത്രണമേ ടിക്ടോക്ക് അമേരിക്കയ്ക്കോ US ടിക്ടോക്കിനുള്ളൂ. നേരിട്ട് ചൈന തന്നെയാണ് നടത്തുന്നത്. രണ്ട്, ടിക്ടോക്കിൻ്റെ അൽഗോരിതം അനുസരിച്ച് കിട്ടുന്ന ഡാറ്റ, അമേരിക്കൻ പൗരന്മാരുടെ മുഴുവൻ ഡാറ്റയും ചൈനയ്ക്ക് ലഭ്യമാകുന്നുണ്ട്. അത് ഞങ്ങളുടെ സുരക്ഷാ ഭീഷണിയാണ്. മാത്രമല്ല അത് സാമ്പത്തികമായി ഞങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്നുണ്ട്, ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും ബാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ടിക്ടോക്കിനെ വിലക്ക് ഏർപ്പെടുത്താൻ അമേരിക്ക തീരുമാനിച്ചു. അപ്പം എന്ത് ചെയ്തു എന്നറിയോ? രണ്ട് കാര്യങ്ങൾ തിരിച്ചടിച്ചു ചൈന. ഈ കഴിഞ്ഞ മാസങ്ങളിൽ നടക്കുന്നൊരു ഡെവലപ്മെൻറ്റാണ്. ചൈന തിരിച്ചടിച്ചത്, ഒന്നാമത്തെ കാര്യം, ചൈനയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ചൈനയാണ്. എന്ന് വെച്ചാൽ അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ചൈനയാണ്. ചൈന പറഞ്ഞു, ഞങ്ങൾ അതിൻ്റെ താരിഫ് കൂട്ടും. അവർ ഈ പിഴപ്പലിശ കൂട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, റെസിപ്രോക്കൽ താരിഫ് വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. അത് വലിയ പ്രതിസന്ധിയായി അമേരിക്കക്ക്. കാരണം ആരും മേടിക്കാൻ ആളില്ല, വലിയ പ്രശ്നമല്ലേ. പിന്നെ ചൈനയെ പോലെ ഒരു വലിയ ജനസമൂഹം, അത്രയേറെ ജനസംഖ്യയുള്ള സമൂഹം, അത് ലേബർ കമ്മ്യൂണിറ്റിയാണല്ലോ കംപ്ലീറ്റ്. ചൈനയുടെ മഹാഭൂരിപക്ഷം അധ്വാനിക്കുന്ന പാവങ്ങളായ മനുഷ്യരാണല്ലോ. അപ്പോൾ അവരിത് വാങ്ങാതായപ്പോൾ അമേരിക്ക വലിയ പ്രതിസന്ധിയായി, സാമ്പത്തികമായി നട്ടല്ലൊടിയുന്ന അവസ്ഥ വന്നു. അപ്പോൾ അമേരിക്ക നേർവഴിക്ക് വന്നു. അതിനെ മുൻനിർത്തിയാണ് ഇപ്പോൾ ഈ ടോക്ക് നടക്കുന്നത്. പക്ഷേ ഈ ടോക്ക് കൊണ്ട് ഉണ്ടാകാവുന്ന ഒരു ഗുണമുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ. ഈ ചൈന എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ അമേരിക്ക വിളിച്ചാൽ ഉടനെ എന്തിനാണ് വഴങ്ങുന്നത്? ഒന്നാമത്തെ കാരണം, ടിക്ടോക്കിനും മുതലാളിക്ക് പേഴ്സണലാണ്, അത് സ്വകാര്യ കമ്പനിയാണ്, ചൈനീസ് കമ്പനിയാണ്. അപ്പോൾ ടിക്ടോക്ക് മുതലാളിയുടെ താല്പര്യങ്ങൾ തീർച്ചയായിട്ടും ഈ ചൈനീസ് മുതലാളിമാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ, ചൈനയുടെ ഏത് കുത്തക മുതലാളിയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലുണ്ടാവും. അപ്പോൾ ചൈനക്ക് വഴങ്ങാതിരിക്കാൻ വയ്യ. ടിക്ടോക്കിൻ്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങിയാണ് ചൈനീസ് ഗവൺമെൻറ്റും ഷീയും ചർച്ചയ്ക്ക് തയ്യാറായത്, ഔദ്യോഗികമായ ചർച്ചയ്ക്ക് തയ്യാറായി. അപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറായതിൻ്റെ കാര്യങ്ങൾ രണ്ടു കൂട്ടർക്കും ബെനിഫിറ്റാണ്. ഒന്ന്, തൽക്കാലം അമേരിക്കയ്ക്ക് ഈ താരിഫിൽ നിന്ന്, ഉപരോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അമേരിക്കയുടെ സമ്പദ്ഘടനയെ നേരിട്ട് ബാധിക്കാതെ വരും. ഒപ്പം ടിക്ടോക്കിന് രക്ഷപ്പെടും. അതിന് പകരം ടിക്ടോക്ക് വെറുതെ അല്ല, അതിൽ ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. അത് ന്യായമാണ് എന്ന് അമേരിക്കക്ക് ബാധിക്കാനും പറ്റുമല്ലോ. ടിക്ടോക്കിൻ്റെ രണ്ട് കാര്യത്തിൽ, ഒന്ന്, അതിൻ്റെ നടത്തിപ്പിൽ കുറെ കൂടി അമേരിക്കൻ പൗരന്മാർക്ക് സ്വാധീനമുള്ള മട്ടിൽ US ടിക്ടോക്കിനെ മാറ്റി പണിയണം, സ്ട്രക്ചറിൽ മാറ്റം വരുത്തണം. രണ്ട്, അതിൻ്റെ അൽഗോരിതത്തിൽ അമേരിക്കൻ പൗരന്മാരുടെ മുഴുവൻ സ്വകാര്യതയും പങ്കുവെച്ച് ഡാറ്റയായിട്ട് ചൈനയിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടാക്കരുത്.
അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഒരു കണക്കിന് നമുക്ക് തോന്നും ചൈന വല്ലാതെ വഴങ്ങി കൊടുക്കുകയാണല്ലോ. അപ്പോഴാണ് അതിൻ്റെ വേറെ താല്പര്യങ്ങൾ മനസ്സിലാവുക. ചൈനയ്ക്ക് ഇപ്പോൾ അമേരിക്കയെ പിണക്കാതെ പോകേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. ലേറ്റസ്റ്റ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ബംഗ്ലാദേശിലെ നിർമ്മാണ പ്രവൃത്തികൾ അമേരിക്കൻ താല്പര്യങ്ങളെ മറികടന്നിട്ട് ചൈനയ്ക്ക് കൊടുക്കാൻ മുഹമ്മദ് യൂനിസ് മുൻകൈ എടുത്തിട്ടുണ്ട്. അതൊരു കളിയാണ്, ഗിമ്മിക്കാണ്. അമേരിക്കയെ പിണക്കാനും വയ്യ, എന്നാൽ ചൈനയെ കൂടെ നിർത്തുകയും വേണം. കാരണം അത് വേറൊന്നുമല്ല, ഇന്ത്യ വിരുദ്ധമായ താല്പര്യം കൊണ്ട് കൂടിയാണ്. അവിടെ ചൈനയ്ക്ക് താല്പര്യമുണ്ട്. ഇപ്പോൾ തീസ്ത 5000 കോടിയുടെ പ്രോജക്റ്റാണ്. 5000 കോടി ഡോളറിന്റെ മറ്റേ പ്രോജക്റ്റ്, തീസ്ത നദിയുടെ കരാറുണ്ടല്ലോ, ആ കരാറ് ചൈനക്കാണ് കൊടുത്തിട്ടുള്ളത്. വേറൊന്ന്, ചൈനയിൽ ഒരു തുറമുഖവും താവളവും മുഴുവനും ചൈനക്ക് കൊടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വേറൊന്ന്, ഇതുപോലെ ബംഗ്ലാദേശ് മാത്രമല്ല മറ്റു പല തർക്കങ്ങളും അമേരിക്കയും ചൈനയും തമ്മിൽ ആഗോളതലത്തിലുണ്ട്. ഒന്ന് തായ്വാൻ ദ്വീപിൻ്റെ, തായ്വാനാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ടൂറിസത്തിൻ്റെ കേന്ദ്രം. വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ ആളുകൾ പോകുന്ന സ്ഥലമാണല്ലോ. തായ്വാൻ ആരുടേതാണെന്ന് തർക്കമുണ്ട്. ചൈനയും അമേരിക്കയും വലിയ അവകാശവാദമുണ്ട് ചൈനക്ക്. അപ്പോൾ ആ തർക്കത്തിൽ നിന്ന് പതുക്കെ അമേരിക്കയെ ഒന്ന് ചവിട്ടി ഒന്ന് പുറകോട്ട് നിർത്താനുള്ള ഒരു നീക്കമുണ്ട്. വേറൊന്ന്, സൗത്ത് ചൈനീസ് സീ ഉണ്ട്, സൗത്ത് ചൈന കടലുണ്ടല്ലോ, ആ കടലിടുക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തർക്കങ്ങളുണ്ട്. ആ കടലിന് മേലുള്ള അവകാശം, അവിടുത്തെ ഈ പറഞ്ഞ പവിഴപ്പുറ്റുകൾ, വിലയേറിയ കടലാണ് സൗത്ത് ചൈനീസ് കടൽ. ആ കടലിന്മേൽ, ചൈനയോട് ചേർന്ന് കിടക്കുന്ന കടലാണ്, ആ കടലിന്മേൽ മറ്റു പല രാജ്യങ്ങൾക്കും, ഇപ്പോൾ ഉദാഹരണത്തിന് വിയറ്റ്നാമിന്, ഇന്തോനേഷ്യക്ക്, ഫിലിപ്പൈൻസിന്, അവരുടെയൊക്കെ ഞങ്ങളുടേത് കൂടിയാണെന്ന് പറയുകയും അവർ സത്യത്തിൽ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ്. സൗത്ത് ചൈനീസ് കടൽ കൊണ്ട് ജീവിക്കുന്നവരാണ്. അതായത് മത്സ്യബന്ധന മേഖലയെ വലിയ തടസ്സപ്പെടുത്തലാണ് ഇപ്പോൾ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഈ അമേരിക്കയെ ഒന്ന് പുറകോട്ട് കളഞ്ഞിട്ട് ഈ ചൈനീസ് സൗത്ത് സീ ഉണ്ടല്ലോ, ചൈനീസ് സൗത്ത് സീ പൂർണ്ണമായിട്ടും സ്വന്തമാക്കാനും കൂടിയുള്ള ഒരു നീക്കമുണ്ട്. അല്ല, ദക്ഷിണ ചൈന കടൽ എക്കാലവും തങ്ങളുടേതാണെന്നും അതിന്റെ ഏറിയ പങ്കിന്റെയും പരമ്പരാഗതമായ അധികാരികൾ ഞങ്ങളാണെന്നുമാണ് ചൈന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സത്യത്തിൽ ഈ വിയറ്റ്നാമിനെയും ഫിലിപ്പൈൻസിനെയും ഇന്തോനേഷ്യയൊക്കെ കൂട്ടിയിട്ട് അമേരിക്ക അടിക്കുന്ന കളിയുണ്ട്. വിട്ടുകൊടുക്കരുത്, ഞങ്ങളുണ്ട് നിങ്ങളുടെ പിന്നാലെ. അവിടെ അമേരിക്ക ഒന്ന് പുറകോട്ട് പോയാൽ ചൈനക്ക് വലിയ നേട്ടമുണ്ട്. അപ്പൊ ഫിലിപ്പൈൻസിന്റെ കയ്യിലുള്ള ചില പൗഴപ്പുറ്റ് ദ്വീപുകളുണ്ട്, അത് സ്വന്തമാക്കി ഞങ്ങള് ഒരു ഭൗമ പഠന കേന്ദ്രമാക്കി മാറ്റുന്നു, പ്രകൃതി സംരക്ഷണ കേന്ദ്രമാക്കുന്നു. ഇതൊക്കെ ചൈന, കാരണം തങ്ങളുടെ ആധിപത്യം നിലനിർത്തുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അതെ, തീർച്ചയായിട്ടും. അത് ചൈന ഒന്നും കാണാതെ ഒരു കരാറിന് ഒത്തുതീർപ്പിന് ഇപ്പൊ പ്രത്യക്ഷത്തിൽ ഇപ്പൊ ഇന്നലെ റോയിട്ടേഴ്സിലെ വാർത്ത കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ, ഈ ട്രംപിനെ ആർക്കും വേണ്ടാത്ത കാലത്ത്, അയാൾക്ക് എണീറ്റ് നിൽക്കാനുള്ള കെൽപ്പില്ലാത്ത കാലത്ത്, വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുന്ന കാലത്ത് ചൈനയെ പോലെ ഒരു വൻകിട രാജ്യം ഈ ഒത്തുതീർപ്പിന് വഴങ്ങണമോ എന്ന് തോന്നും. പക്ഷേ ആ വഴങ്ങുന്നതിൻ്റെ പേരിൽ ഒന്നും കാണാതെ ചൈന വഴങ്ങാനിടയില്ല. ചൈനയ്ക്ക് ചില താല്പര്യങ്ങളുണ്ട്. ഇനി ഏതായാലും ഇപ്പോൾ ഫോണിലേ സംസാരിച്ചിട്ടുള്ളൂ. അടിയന്തരമായി ഒക്ടോബർ ആദ്യം, അടുത്ത മാസം ആദ്യം ഈ അപ്പെക് രാജ്യങ്ങളുണ്ട്. ഈ എന്താണ് പറയാ, ഈ ഏഷ്യൻ അറ്റ്ലാന്റിക് പസഫിക് ആ ഒരു റീജിയൻ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു യോഗം സൗത്ത് കൊറിയയിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അപ്പെക് രാജ്യങ്ങളുടെ യോഗം, അതിൽ ചൈനയുണ്ട്. അപ്പോൾ അതിൽ ചൈനയുണ്ട്, അമേരിക്കയുണ്ട്. ഈ യോഗത്തിൽ വെച്ച് രണ്ടുപേരും തമ്മിൽ നേരിട്ട് സംസാരിക്കുകയും ചില ധാരണകൾ അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാവുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ രണ്ട് പ്രധാനപ്പെട്ട വാർത്ത, ഒന്ന്, റഷ്യ യൂറോപ്പ് കീഴടക്കാൻ നടത്തുന്ന അക്രാമകമായ രക്തരൂക്ഷിതമായ ഒരു വാർത്തയാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ലോകത്തിലെ രണ്ട് വൻകിട ചേരികൾ, എന്നും യുദ്ധമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക ലോകത്തിലെ അവരുടെ ഇന്നത്തെ ഏറ്റവും വലിയ എതിരാളിയായ ചൈനയോട് സമാധാന കരാറിൻ്റെ പാതയിൽ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ വാർത്തയാണ്. അതാണ് അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതുകൊണ്ട് ഈ അപ്പെക് ഉച്ചകോടി ഈ ഏഷ്യ പസഫിക് എക്കണോമിക് കൗൺസിലിനോ എക്കണോമിക് കോർപ്പറേഷനോ എന്തോ മറ്റുമാണത്. അപ്പോൾ അതാണ് അപ്പെക്കിൻ്റെ ഉച്ചകോടി ഒക്ടോബറിൽ നടക്കുന്നതോടുകൂടി ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ഒരു സമാധാനം വരുന്നല്ലോ. ആരെങ്കിലും കച്ചവടം നടത്തിക്കൊള്ളട്ടെ, കച്ചവടമല്ലേ നടത്താവൂ. ഈ രക്തരൂഷിതമായ കലാപങ്ങൾ ഒഴിവാക്കാമല്ലോ, യുദ്ധങ്ങൾ ഒഴിവാക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയും ചൈനയും തമ്മിൽ ആദ്യമായിട്ടാണ് ഒരു വലിയ സന്ധി സംഭാഷണത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. ആ ടെലിഫോൺ സംഭാഷണം നാളെ ഒരുപക്ഷെ സൗത്ത് കൊറിയയിൽ വെച്ച് ഒരു കരാറിൻ്റെ, രേഖാമൂലമായ കരാറിൻ്റെയിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ കരാർ ചർച്ച ചെയ്യാമെന്ന് ഇന്നലെ രണ്ടുപേരും ഫോണിൽ സംസാരിച്ച് തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനം നടപ്പായാൽ ലോകത്ത് ഏറ്റവും ചുരുങ്ങിയത് ഈ മേഖലയിലെങ്കിലും,
ഇപ്പോൾ നമ്മുടെ ഏഷ്യൻ മേഖലയിലെങ്കിലും വലിയൊരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഏറ്റവും പുതിയ വാർത്ത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.